ജി കെ ദാ ആന വളരെ വയലൻ്റായി നിൽക്കുകയാണ്. തൊട്ടടുത്തുണ്ടായിരുന്ന കാറ് മറിച്ചിടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാറ് തകർത്ത് തരിപ്പണമാക്കുകയാണ് ഈ മയ്യനാട് പാർത്ഥസാരഥി എന്ന് പറയുന്ന ആന. ഒരു തരത്തിലും ആന ഒടിക്ക് അടങ്ങുന്നില്ല. 9:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ അമ്പലത്തിൽ തൊഴിയിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണ് ആനയെ. ആന ആ കാറ് പൂർണ്ണമായും തകർക്കുകയാണ്. സ്വിഫ്റ്റ് ഡിസയർ കാറും അതിന് തൊട്ടപ്പുറത്തൊരു സ്കൂട്ടറുമാണ് ഇരുന്നിരുന്നത്. ആ കാറ് അവിടെ നിന്ന് മറിച്ചിട്ട് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന തെങ്ങിനോട് ചേർത്ത് വെച്ച് അത് ചവിട്ടി അല്ലെങ്കിൽ തുമ്പിക്കയും കൊമ്പും ഒക്കെ ഉപയോഗിച്ച് മറിച്ചിടാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ആ ദൃശ്യത്തിൽ കാണുന്നത്. അതായത് അത്രത്തോളം വയലന്റ് ആണ് ഈ ആന. ഒരാളെ ചവിട്ടി കൊന്നിട്ടുണ്ട്. ബാക്കി 2 പാപ്പാന്മാരെ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഗുരുതരമായൊരു സാഹചര്യം ഇവിടെ നിൽക്കുന്നു. ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് RRT സംഘം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ 9:30 മുതൽ തുടങ്ങിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ തുടങ്ങുന്നത്. ഈ അമ്പലമുറ്റത്താണ് ആന നിൽക്കുന്നത്. ഈ അമ്പലത്തിൽ തൊഴിയിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണ്. അമ്പലത്തിൻ്റെതായ ആനയല്ല. നേരത്തെ പുറത്തുനിന്നനുസരിച്ച് പാപ്പാൻ മരിച്ചു എന്നൊക്കെ, പക്ഷെ അങ്ങനെയല്ല. ഈ ലോറി ഡ്രൈവറാണ് മരിച്ചതെന്ന് മനസ്സിലാക്കുന്നത്. ആ കാറ് വലിച്ചുകൊണ്ട് പോകുന്നതാണ് നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്നത്. തുമ്പിക്കൈ ഉപയോഗിച്ച് ആദ്യം അതിനെ മറിച്ചിട്ടു. ആ കാറ് ചവിട്ടി തരിപ്പണമാക്കുകയാണ്. അതിൻ്റെ എല്ലാ വാശിയും ആ കാറിനോട് തീർക്കുകയാണ്. തൊട്ടപ്പുറത്ത് മറ്റാളുകൾ, ഈ പാപ്പാന്മാരുടെ സംഘത്തിൽപ്പെട്ട മറ്റാളുകളൊക്കെ ഉണ്ട്. അവർ ആനയെ മയപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമം ഉണ്ടെങ്കിൽ അതൊന്നും കേൾക്കാതെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ആ കാറ് എടുത്ത് കൊമ്പുപയോഗിച്ച് തൂക്കി എടുത്തുകൊണ്ട് പോവുകയാണ് പല ഇടങ്ങളിൽ നിന്ന്. തൊട്ടടുത്ത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. തൊട്ടടുത്ത് ആളുകൾ ഈ കാലിൽ ബെൽറ്റ് അടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. തൊട്ടപ്പുറത്ത് ആള് നിൽപ്പുണ്ട്. പക്ഷെ അതിനൊന്നും വഴങ്ങുന്നില്ല. കാരണം അടുത്തേക്ക് ചെന്നാൽ ആന വയലന്റ് ആകും. നേരത്തെ ഒരു പാപ്പാൻ അടുത്തേക്ക് ചെന്നപ്പോൾ ആന ആ തുമ്പിക്കൈ ഉപയോഗിച്ച് പാപ്പാനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുക, എന്താ ബെൽറ്റ് അടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ. പുറയിൽ കൂടി ആ കാലിൽ ബെൽറ്റ് അടിക്കുക എന്നുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകുമെന്ന് അറിയില്ല. കാരണം അത്രയും ദൃശ്യത്തിൽ കാണാം ആനയുടെ ഒരു വൈൽഡ് സ്വഭാവം എന്താണ് എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാം. ഇത് രാവിലെ മുതൽ ആരംഭിച്ചതാണ്. തൊട്ട് സമീപത്തുള്ള വാഹനങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ ആന തകർത്തിട്ടുണ്ട്. രാവിലെ ഇവിടെ തൊഴിയിക്കുന്നതിന് വേണ്ടി എത്തിയാണ്. ഒരു നോർമൽ ഡേ ആയിരുന്നു. ഇവിടെ വലിയ തിരക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജനവാസ മേഖലയാണ്. തൊട്ട് സമീപത്തൊക്കെ ആൾക്കാരുണ്ട്. അമ്പലത്തിലൊന്നും വലിയ തിരക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ അപകടം, വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. വലിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതായിരിക്കില്ല സാഹചര്യം. കാരണം മാത്രം വയലന്റ് ആണ് ഈ ആന. സമീപ പ്രദേശത്തുള്ള ഈ പന്തല്, അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ, ആളുകൾക്ക് നേരെ, അതോടൊപ്പം മരങ്ങൾ, ഇതൊക്കെ ആക്രമിക്കാനുള്ള ഒരു ത്വരയിലാണ് ഇപ്പോൾ പാർത്ഥസാരഥി ഉള്ളത്. അതിനെ തളക്കുക എത്രത്തോളം സാധ്യമാകുമെന്ന് അറിയില്ല. ഇരിഞ്ഞാലക്കുട നിന്ന് RRT സംഘം എത്തിയിട്ടുണ്ട്. ആ കാറ് പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഇത് വീണ്ടും മറിച്ചിടുകയാണ്. ആദ്യം ഒരു വട്ടം മറിച്ചിട്ട് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം വീണ്ടും അത് പിന്നെയും മറിച്ച് ഇട്ട് അതിൻ്റെ വാശിയും ദേഷ്യവും ഒക്കെ തീർക്കുകയാണ്. അത് ആ തുമ്പിക്കയും അതോടൊപ്പം തന്നെ കൊമ്പും ഉപയോഗിച്ച് അത് കുത്തിമറിച്ച് തകർത്തെറിയുന്നതാണ് ഇപ്പോൾ കാണുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് ആളുകൾക്ക് ആർക്കും വ്യക്തത വന്നിട്ടില്ല.